ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രോക്ക് തയ്ച്ചാലോ. തടിയുള്ളവർക്ക് ശരീരത്തിനൊക്കെ നല്ല ഒതുക്കം കിട്ടുന്ന ടൈപ്പ് പാനൽ കട്ട് ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ക്ലോത്താണ് കേട്ടോ. 3 മീറ്റർ ഉണ്ട്. 310 രൂപയാണ് അവിടെ വില ഇട്ടിരുന്നത്. പക്ഷേ എനിക്കത് ഡിസ്കൗണ്ടിന് 150 രൂപയ്ക്ക്. ഇത് കോട്ടൺ അല്ല, ഇത് ശരിക്കും ഒരു ക്രേപ്പ് പോലത്തെ ഒരു തരം മെറ്റീരിയലാണ്. ഇത്തിരി കട്ടിയൊക്കെ ഉള്ളത്. എന്നാലും ഞാനിതിൻ്റെ ലൈനിങ് ഇടുന്നുണ്ട്. ഒരു ഫ്രോക്കാണല്ലോ, അപ്പോൾ ഇതിന് താഴെ നമ്മൾ ചിലപ്പോൾ അധികം സാധനങ്ങൾ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ ധരിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്രോക്ക് ഞാൻ തയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതിന് എത്രയാണോ ലെങ്ത്ത് ആവശ്യം വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എനിക്കിവിടെ 45 ഇറക്കം വേണ്ടത്. ഞാനപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 46 ഇഞ്ച് ഇവിടെ ഇതേപോലെ തന്നെ വരച്ചിട്ട് ബാലൻസ് പീസ് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മൾക്ക് സ്ലീവിനുള്ളതാണ്. സ്ലീവ് ഞാനിവിടെ ഒരു ബലൂൺ സ്ലീവ് പോലത്തെ ഒരു സ്ലീവാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കി ഇട്ടേക്കണേ കേട്ടോ. കണ്ടിട്ട് മനസ്സിലാവണ്ടല്ലേ, 4 ആക്കി മടക്കി ഇട്ടിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യണത്. ഞാനിപ്പോൾ മറിച്ചൊന്നും ഇടുന്നില്ല, നേരെ ഇട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യണം. ഇത് ഫോൾഡിങ്ങും അൺഫോൾഡിങ് വശങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ പാനൽ കട്ടിന്. ആ ഫോൾഡഡ് വശത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ പാനൽ കട്ട് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ആക്കി മടക്കി ഇട്ടാക്കിയാണ്. ഇത്രയും പീസ് നമുക്ക് സ്ലീവിന് കിട്ടും. 2 പീസ് ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾക്ക് 2 പീസ് വേറെ പീസുകളൊന്നും വേറെ കഴുത്തിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ മറിച്ചടിക്കുകയാണ്. കഴുത്തല്ലാണ്ട് ഭയങ്കര വലിയ രീതിയിലൊന്നും നമ്മൾ തുന്നിയൊന്നും എടുക്കണമൊന്നുമില്ല. അപ്പോൾ അതേ പാനൽ കട്ട് ചെയ്യാൻ പോവുകയാണ്. 5 ഇഞ്ച് മുകളിൽ നിന്ന് 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴേക്ക് ഒരു 16 ഇഞ്ച് അടയാളപ്പെടുത്തുക. ലാർജ്, സ്മോള്, ലാർജ്, മീഡിയം ഈ സൈസിനൊക്കെ നമ്മൾക്കൊരു 16 ഇഞ്ചിൽ നിന്നും നമ്മൾക്ക് ഷേപ്പ് വന്നാൽ മതി. അപ്പോൾ ആ 16 ഇഞ്ചിൽ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമുക്ക് അവിടെ നിന്നാണ് ഈ 16 ഇഞ്ചിൽ നിന്നാണ് നമുക്ക് ഷേപ്പ് പോകേണ്ടത്. അപ്പോൾ അത് ആദ്യം അടയാളപ്പെടുത്തി വെക്കുക. ഒരു ലൈൻ ഇട്ട് തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്കിവിടെ അധികം വീതിയില്ലാത്തൊരു ക്ലോത്താണ്. 15 ഇഞ്ചൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊരു 12 ഇഞ്ചായാലും നല്ല ഫ്ലെയർ തന്നെ ഇരിക്കുകയുള്ളൂ. ഒരു 12 ഇഞ്ച് ഞാനിവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. ഈ പീസ് എടുത്ത് ഇപ്പുറത്തേക്ക് നമ്മൾ തിരിച്ചിടാനുള്ളതാണ്. ഞാനത് വഴിയേ നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ വീതി കൂടുതലനുസരിച്ചിട്ട് നമുക്ക് 15 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചാണ് റെഡിയാക്കി കൊടുക്കുന്നത്. 12 ഇഞ്ചിലേക്ക് ഇതേപോലെ ആ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ 12 ഇഞ്ച് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആ ഒരു ലൈൻ ഇട്ടതിന് കൂടി നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതേപോലെ കൂടി ചേർന്ന് ഇരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആക്കിയാണ്. അതിനുശേഷം ഇതേപോലെ എടുത്തതിന് ശേഷം ഈ സംഭവം നമ്മൾ ഈ സ്ലോപ്പായ ഭാഗം പോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ടത്. മറ്റേ വശം ഉണ്ടല്ലോ, നേരെ കിടന്നിരുന്ന വശമില്ലേ, അതെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക. മാറിപ്പോവരുത്. ആ സ്ലോപ്പായ വശമല്ല ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ വിരിവ് അങ്ങനെയല്ല വരുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. എന്നാലല്ലേ ഈ വശത്ത് നമുക്ക് ഇതേപോലെ ഷേപ്പ് കിട്ടുള്ളൂ. ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഇതേപോലെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പം ഇതേപോലെ ചേർത്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ ചേർത്ത് വെക്കുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾക്ക് 7 ഇഞ്ച് നമ്മൾക്ക് ഷോൾഡർ വേണം. പിന്നെ നമുക്കൊരു 11-12 ഇഞ്ച് നമ്മൾക്ക് ബ്രസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ അതൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. 15 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ പിന്നെ ഇതെടുത്തിങ്ങനെ തിരിച്ചിടാനായിട്ട് നമുക്ക് പീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ എടുത്ത് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സ്ലോപ്പ് ഇപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ആ സ്ലോപ്പ് ഇരിക്കുന്നത്. അതിന് ശേഷം ഇത് നേരെ ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്കൊരു മുട്ട് സൂചിയൊക്കെ കുത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിനുശേഷം ക്ലോത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ കയറ്റി ഇട്ടിട്ട് വേണം. ഒപ്പം ഇട്ട് വെക്കരുത്. ഇതേപോലെ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി ഇട്ടിട്ട് വേണം നമ്മൾക്ക് നമ്മളുടെ ഷോൾഡറും എല്ലാം അടയാളപ്പെടുത്താനായിട്ട്. കാരണം നമ്മളവിടെ ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 1/4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. അല്ലെങ്കിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ 1/2 ഇഞ്ച് എന്തായാലും വിട്ടിട്ട് വേണം. 1/2 ഇഞ്ച് കയറ്റി ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഷോൾഡറിലെല്ലാം അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ 7 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾക്കൊണ്ട് മുട്ട് സൂചി കുത്തിയതിന് ശേഷം ചെയ്യാം കേട്ടോ. നെക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ഞാനിങ്ങനെ സ്ലോപ്പായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. സ്ലോപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഇതേപോലെ ഒരു 7 ഇഞ്ച് കൈക്കുഴി ഞാൻ എടുക്കുന്നുണ്ട്. ഉടുപ്പല്ലേ, അപ്പോൾ ഒരു 7 ഇഞ്ച് കൈക്കുഴി ഇരിക്കട്ടെ. അപ്പോൾ ഒരു 7 ഇഞ്ച് കൈക്കുഴി എടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രസ്റ്റ് പോയിന്റ്
11.5 എനിക്ക് ആവശ്യം. അതിവിടെ എനിക്ക് ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ലെയർ കുറച്ച് കൊടുക്കുക. 10 മതിയാവും കേട്ടോ ലെയർ. എനിക്കിവിടെ അത് കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് 11.5 കൊടുത്തത്. അപ്പം അങ്ങനെ 11.5 കൊടുത്ത് 12 ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ തന്നെ സൂക്ഷിച്ച് വെട്ടിയെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ലെയർ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി വീതിയുള്ള തുണി എടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു വിലക്കുറവിന് കിട്ടിയ ഒരു ക്ലോത്താണല്ലോ, അതുകൊണ്ടാണ്. ഇനി ഒരു 14 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തണം. അപ്പോൾ എനിക്കിവിടെ 10 എനിക്ക് ഷേപ്പിൻ്റെ ഭാഗത്ത് വരുന്നത്, എനിക്ക് 10 അത് ഞാൻ അടയാളപ്പെടുത്തി. അതിപ്പോൾ നിങ്ങളുടെ എവിടെയാണോ ആവശ്യമുള്ളത്, 15-ലാണോ 16-ലാണോ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എൻ്റെ അളവുകളാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോരുത്തരുടെ അളവുകൾ എത്രയാണോ അതേ ഹരണം 4 + 1.2 അതിന് സ്ലീവ് അലവൻസ് ഒക്കെ കൊടുത്തിട്ട് അടയാളപ്പെടുത്താൻ നോക്കാം. പിന്നെ നമ്മൾ ചുരിദാറിലൊക്കെ അടയാളപ്പെടുത്തുന്ന പോലെ 20 ഇഞ്ചിൽ നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തൂലേ, അതേപോലെ 20 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഷേപ്പിൻ്റെ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഹിപ്പിൻ്റെ ആ ഭാഗത്ത്, ഷേപ്പല്ല ഹിപ്പിൻ്റെ ആ ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണോ നമ്മുടെ ഹിപ്പ് അതേ ഹരണം 4 + 1 + 2 എന്തെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു അളവുണ്ട് അതിന്. നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണോ അതേ +1 അടയാളപ്പെടുത്തിയാൽ മതി. അത് ഹിപ്പിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഹിപ്പൊക്കെ ഇത്തിരി തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഹിപ്പ് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് അടയാളപ്പെടുത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതും അടയാളപ്പെടുത്തി. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തേക്കണം. ശരിക്കും അത്രയൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല ഷേപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. എങ്ങനെ ഇനി കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, നമ്മൾ സ്ലിറ്റൊന്നും ഇടണില്ലല്ലോ, ഉടുപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി അതേപോലെ ഒരു, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ശരിക്കും നേരെ ചുരിദാർ പോലെ അടയാളപ്പെടുത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോള് ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി 2 നെക്കും ഞാനിപ്പോൾ തന്നെ ചെയ്യാണ്. ഒരു നെക്ക് 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് 4.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു സ്ക്വയർ വി ആണ് ഞാനിവിടെ ചെയ്യണത്. നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കഴുത്താണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, വിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഫ്രണ്ടിൽ 5.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്കിൽ ഞാനൊരു 3.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി ഇതേ ആദ്യം ഞാനിവിടെ ബാക്ക് കഴുത്ത് ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് ആം ഹോളും ആദ്യം തന്നെ കട്ട് ചെയ്തതിന് ശേഷം അത് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾക്ക് ഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ചുരിദാറുകൾക്കൊക്കെ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഈ സ്ലോപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. രണ്ടും ഒരുമിച്ചിട്ട് തന്നെ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേപോലെ ആയതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി വെക്കാതെ. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഫ്രണ്ടിലെ സംഭവം കൂടി ചേർത്ത് വെക്കുക. മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് വെക്കുക. അല്ല ബാക്കിൽ മറ്റേ റൗണ്ട് എഴുത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് റൗണ്ട് എഴുത്ത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതത് മനസ്സിലാവില്ല, 1 ഇഞ്ച് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെയർ എല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്യണത്. ലൈനിങ് ഞാൻ സാധാ പോലെയാണ് കട്ട് ചെയ്യണത്. കാരണം നമുക്ക് കോട്ടൺ ലൈനിങ് ആണല്ലോ. അല്ല ഷിഫോണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ കാണാം, ലെയർ പോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. ഇത് കോട്ടൺ ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഞാൻ 4 ഇഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഒരു കരയുണ്ട്. അപ്പോൾ ആ കര അങ്ങോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ഇഞ്ച് തന്നെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ 2 സൈഡും പാനൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാനൽ 2 പ്രാവശ്യം അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഞാനൊന്ന് ലോക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പാനൽ അടിക്കണമായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നത്. ഇതേപോലെ ഞാൻ മുട്ടുസൂചിയൊക്കെ ഉപയോഗിച്ച് ഞാൻ കുത്തി വെച്ചേക്കണമായിരുന്നു. കാരണം ബാക്കും ഫ്രണ്ടും മാറിപ്പോവാതിരിക്കാൻ രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും. രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കഴുത്തും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പാനൽ ഒന്ന് ലോക്ക് ചെയ്തെടുക്കട്ടെ. നിങ്ങൾ പാനൽ കട്ട് ഉടുപ്പ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പേരിക്കും എന്തിനാണ് നമുക്കത് അങ്ങോട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലൈൻ കട്ട് ചെയ്ത് അങ്ങോട്ട് തയ്ച്ചാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ പാനൽ കട്ട് ഒന്ന് ഇട്ട് നോക്ക്. ശരീരത്തിന് ആ ഒരു ഒതുക്കം ഫീൽ ചെയ്യണമെങ്കിൽ തടിയുള്ളവരാണ് പ്രത്യേകിച്ച് ഈ പാനൽ കട്ട് ഇടേണ്ടത്. കാരണം അവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല ഒതുക്കം ഫീൽ ചെയ്യും. ഞാനിത് ഇപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കേണ്ട. നമുക്ക് ഇനിയിപ്പോൾ ലൈനിങ് വെച്ചിട്ട് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഇനി നമുക്ക് ചെയ്യുമ്പോഴും കാണാനൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പം തന്നെ അയൺ ചെയ്യണത്.
ഇനി ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ക്ലോത്തിന് എന്തായാലും അറിയാമല്ലോ വിരിവ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതേപോലെയൊക്കെ കണ്ടില്ല, ഇത്രയും പീസൊക്കെ ഉണ്ടാവും. അത്രയും പീസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളൊരു ചെറിയ പീസ് അപ്പുറത്ത് വെച്ചാൽ മതി. ഈ സൈഡിൽ കാണുന്ന ഒരു പീസ് എടുത്തിട്ട് നമുക്ക് അവിടെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലൈനിങ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. പിന്നെ വേറെ പീസുകളൊന്നും വെക്കണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല കഴുത്ത് അടിച്ച് മറിച്ച് അടിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സൈഡിലൊരു കർവ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളൊരു 1.5 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ നമുക്ക് ആ ഒരു കർവിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 ഇഞ്ച് എടുത്തുള്ളൂ, ഇനി ഇറക്കം കുറഞ്ഞാലാന്ന് വിചാരിച്ച് 1.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അതിന് ശേഷം ഞാൻ പിന്നെ വെട്ടിക്കളയേണ്ടി വന്നിട്ട് നമുക്ക് 2 ഇഞ്ച് വരെ എടുക്കാം. അപ്പോൾ ഞാൻ ആ കർവൊക്കെ ഒന്ന് വെട്ടിക്കളണത് ഇവിടെ ആ പാനൽ അടിച്ചു കൊടുത്തും കുറച്ച് പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് താഴ്ഭാഗം ഞാൻ നല്ല ക്ലീൻ ആക്കിയാണ്. പിന്നെ ഇപ്പുറത്ത് വെട്ടിയെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ലൈനിങ്ങിൻ്റെ ഭാഗം അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത്രയും മതി നമുക്ക്. ഇനി നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ സ്ലീവ് ഞാനിവിടെ ചെയ്യണത് നമ്മൾ ബലൂൺ സ്ലീവ് പോലത്തെ ഒരു സംഭവമാണ്. താഴെ നമുക്ക് മറ്റേ ബാൻഡ് വെച്ചിട്ടുള്ളൊരു ബലൂൺ സ്ലീവാണ് ഞാനിവിടെ ചെയ്യണത്. ഒരു 5 ഇഞ്ച് നമുക്ക് ബാൻഡ് വേണം. ആ ബാൻഡ് ഞാനിവിടെ മാറ്റി വെച്ചിട്ട് ഇവിടെ എനിക്ക് 12 ഇഞ്ച് എനിക്ക് കിട്ടണമല്ലോ കേട്ടോ ബാൻഡിൻ്റെ വിട്ട്. നമ്മുടെ കൈയുടെ അവിടെ ഒരു 12 ഇഞ്ചൊക്കെ മതിയാവും. ഇനിയിപ്പോൾ അത് കൂടുതലുള്ള ആൾക്കാർ സൈഡിൽ വേറെ ക്ലോത്ത് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, 12 ഇഞ്ച് മതിയായിരുന്നു. അപ്പോൾ ഞാൻ 12 ഇഞ്ച് 5 ഇഞ്ച് വിട്ടിൽ ഞാൻ ബാൻഡ് മാറ്റിയതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും എന്താ പറയുക ഇത് കിട്ടിയാൽ മതി, ഫ്രില്ല് എനിക്ക് അത്രയും കിട്ടിയാൽ മതി. കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ കൂടുതൽ ചെയ്യേണ്ടി വരും കേട്ടോ. 13 ഇഞ്ച് വിട്ടാണ് ഞാനിവിടെ സ്ലീവിന് എടുത്തിരിക്കുന്നത്. പിന്നെ 8 ഇഞ്ച് ഹൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പൊക്കി 4 ഇഞ്ചിൽ ഞാൻ ആ പഫ് സ്ലീവ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ പറയണേക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ പഫ് സ്ലീവ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ താഴ്ഭാഗത്ത് ചെറുതായിട്ട് ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കണം, നമ്മൾ ഫുള്ള് അങ്ങനെ എടുക്കരുത്, ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആരംഭിക്കാം. ഞാൻ ലൈനിങ്ങിനോട് ചേർന്ന് മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം നേരിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യാറില്ല, അതേപോലെ തന്നെ അടിച്ച് ഞാൻ മറിച്ചെടുക്കേണ്ട. ഞാൻ വേറൊരു പീസൊന്നും വെച്ചിട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു സിമ്പിളായിട്ട് തയ്ക്കുന്ന ഒരു ചുരിദാറാണ്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു കട്ടിയുള്ള ഒരു ക്ലോത്താണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ തോന്നിയുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല നിങ്ങൾക്ക് കഴുത്ത് കുറച്ചും കൂടി ബലത്തിലേക്ക് ഇരിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പീസ് വെച്ച് മറിക്കുകയോ എന്തെങ്കിലും ചെയ്തോ കേട്ടോ. ഇതേപോലെ ചെറിയ കട്ട്സ് ഇട്ടതിന് ശേഷം ഞാൻ ആ ലൈനിങ് ക്ലോത്ത് ഇപ്പുറത്തേക്ക് മടക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് കഴുത്ത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് വെക്കാം കേട്ടോ, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ തന്നെ ചെയ്തതിന് ശേഷം ചെയ്താൽ കുറച്ചും കൂടി കഴുത്ത് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും റെഡിയാക്കി വെച്ചതിന് ശേഷം രണ്ടും കൂടി ഷോൾഡർ ടു ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്യേണ്ട. ബാക്ക് പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ നല്ല വശങ്ങൾ കൂട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഇതേപോലെ ലൈനിങ്ങോട് കൂടി ഫ്രണ്ട് പീസിൻ്റെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വെക്കണം. അത് രണ്ട് വശവും അതേപോലെ തന്നെ ചെയ്യാം. ആ ഒരു എഡ്ജ് നല്ല രീതിയിൽ കയറ്റി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോളണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വളവൊക്കെ ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ വെച്ചതിന് ശേഷം രണ്ട് ഷോൾഡർ ഞാൻ അതേപോലെ തന്നെ മുട്ടുസൂചി വെച്ചതിന് ശേഷം ഞാൻ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്യണ്. ഇവിടുത്തെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ പിടിച്ചതേപോലെ കറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കണ്ടില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ആ പീസ് കയറിയിരുന്ന് നമുക്ക് കാണാത്ത ഇൻവിസിബിളായിട്ടുള്ള ഷോൾഡർ ജോയിൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മൾക്ക് ഒരു സ്റ്റിച്ച് നമ്മൾക്ക് ചെയ്ത് ഓവറോൾ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ കഴുത്തിന് ഒരു നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സ്ലീവിൻ്റെ പരിപാടി നോക്കാം. 7 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾക്ക് ഒരു ചെറിയ ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ വശത്ത് 7 ഇഞ്ചിൻ്റെ അവിടം വരെ നമുക്കൊരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാരണം ഈ 7 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് നമ്മൾക്ക് ചെറിയ ഫ്രില്ല് വരേണ്ടത്. അപ്പോൾ അത് എപ്പോഴും നോക്കണം. ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് ആ ഭാഗം വിട്ടതിന് ശേഷം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രില്ലിട്ട് ചെറിയ രീതിയിൽ വലിച്ച് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് സ്ലീവ് ഇത് ബോഡിയായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഞാനിത് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ താഴെ ഒരു ബാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ല, ആ ബാൻഡും കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതേപോലെ വെച്ച് നമ്മൾക്ക് ആ ബാൻഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്ത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല. നമുക്ക് എവിടം വരെയാണോ നമുക്ക് ഫ്രില്ല് ആവശ്യമുള്ളത്, പിന്നെ നമ്മുടെ താഴ്ഭാഗത്ത് 12 ഇഞ്ചാണെങ്കിൽ ഇത് എവിടെയാണോ നമ്മൾക്ക് ആ 12 ഇഞ്ച് നമുക്ക് തയ്ക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. അത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നമുക്ക് ആ താഴ്ഭാഗത്ത് 12 ഇഞ്ച് വേണം. എനിക്കിവിടെ തുണി കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു പോയിൻ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് തുടങ്ങിയിടുന്നത്. നമുക്ക് ഓൾ ഓവർ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. താഴ്ഭാഗത്തെ ക്ലോത്ത് ആകെ കറക്റ്റ് 12 ഇഞ്ചേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ജോയിൻ ചെയ്യണില്ല. വേണമെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആവാനായിട്ട് ജോയിൻ ചെയ്ത് നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. ഞാനിത് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് റെഡിയാക്കി എടുത്തിട്ടാണ് ഞാൻ ആ ബാൻഡ് അവിടെ വെച്ച് തയ്ക്കുന്നത്. കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്ത് കുറവാണല്ലോ, നമുക്ക് സൈഡിൽ നിന്ന് ഒടുങ്ങി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് ഒടുങ്ങിയാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ 2 കൈയും ബലൂൺ സ്ലീവും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബലൂൺ സ്ലീവിൻ്റെ അടിയിൽ ഇതേപോലെ ബാൻഡ് വരുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി. നമ്മൾക്ക് അവിടെ ഒരു ഇലാസ്റ്റിക് ആണെങ്കിൽ ഇതിന് ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ബാൻഡ് വെച്ച ബലൂൺ സ്ലീവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വെക്കുന്നതിന് മുന്നായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫ്രില്ല് നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ച് ഒന്ന് ബലപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ മറ്റേ നൂല് വലിച്ചിട്ട് അത് അതേപോലെ തന്നെയുണ്ട് ഞാൻ ഇവിടേക്ക് വെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതവിടെ നല്ല കട്ടിയിൽ ഇരിപ്പുണ്ട്. ഇതിൽ ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം അടിച്ച് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സ്ലീവ് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അതേ സ്ലീവൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ മുട്ട് സൂചി പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് ഷേപ്പിൽ അടിച്ചെടുക്കാൻ പോണത്. എന്നാൽ മാത്രമേ നമുക്കൊന്ന് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതേ ബാലൻസ് ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷേപ്പ് ചെയ്യണത് കേട്ടോ. ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പോ ഒരു കുർത്തയോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ്നസ് നോക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ടോപ്പിന് ഇതേപോലെ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് പോക്കറ്റ് വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് തയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വെച്ചില്ല. പിന്നെ എനിക്ക് കുറച്ച് ക്ലോത്ത് ഉണ്ടായുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് തുണി ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു പോക്കറ്റ് വെക്കായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വെച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പോക്കറ്റ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്യൂട്ട്നെസ് ഉണ്ടാവും ഈ ഉടുപ്പിന്. താഴ്ഭാഗത്തെ ലൈനിങ്ങിനും ഇതേപോലെ തന്നെ ഒരു 3 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളയാനുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളയാൻ മറന്നു. അപ്പോൾ അത് മാത്രം സെപ്പറേറ്റ് പിടിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഉള്ളിൽ ഉടുപ്പ് കിടപ്പുണ്ട്, ഉള്ളിൽ നമ്മളുടെ മെയിൻ ക്ലോത്ത് കിടപ്പുണ്ട്, അതിനൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു 16 ഇഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് സെപ്പറേറ്റ് അടിക്കുകയാണ്. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും സെപ്പറേറ്റ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു 16 ഒരു 20 ഇഞ്ചിൽ നമ്മൾ ഷേപ്പൊക്കെ ചെയ്യുമല്ലോ, ചുരിദാറിന് ഷേപ്പൊക്കെ ചെയ്യണ ആ ഒരു സ്ഥലമില്ലേ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പിടുമ്പോൾ ഒരു ഭാരം കുറയും. അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ഇവിടെ ഇങ്ങനെ കട്ടി കൂടി ഈ ഷേപ്പ് സ്ഥലത്ത് വന്നിങ്ങനെ കിടക്കും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ ഷേപ്പ് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത്. ചിലരിങ്ങനെ നേരെ അടിച്ച് വെക്കുന്നത് കാണാം. അപ്പോൾ ചിലപ്പോൾ ലൈനിങ് ക്ലോത്ത് കുറവാണെങ്കിൽ നമുക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ ഇപ്പം അത്യാവശ്യം ഷേപ്പ് വരെയൊക്കെ ലൈനിങ് ക്ലോത്ത് സെയിം ആയിരുന്നു. എന്നാലും ഞാനിങ്ങനെ ഒരു ഷേപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അടിച്ചിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും കേട്ടോ. ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ഞാൻ ഇതേപോലെ ചുരുട്ടി സിക്സാഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു ഫുട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതേ നമ്മളുടെ അവസാനത്തെ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ആഗ്രഹം, ഈ ഫ്രണ്ട് ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ഇത് കൊടുക്കട്ടെ, ഒരു ചെറിയൊരു ഫ്രില്ല് പോലത്തെ ഒരു സംഭവം കൊടുക്കട്ടെ. ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ഡിസൈൻ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു പീസ് ഇലാസ്റ്റിക് വെച്ചാൽ മതി, നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ എവിടെ നിന്ന് തുടങ്ങിയാണത് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാനൊരു ചെറിയ ബട്ടർഫ്ലൈ ഡിസൈൻ അവിടെ ഞാൻ ചെയ്യേണ്ട. നല്ല കറക്റ്റ് അളവായിരുന്നു നൂല്, കണ്ടില്ല? അവസാനത്തെ സ്റ്റിച്ച് തയ്ക്കണ സമയം ഇത്രയും നൂലുണ്ടായിരുന്നു. ഇനി ഞാൻ സൈഡൊക്കെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായില്ല ചുരിദാറൊക്കെ തയ്ച്ചതിന് ശേഷം. പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോണതിൻ്റെ തിരക്കിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ തന്നെ സ്വയം എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൻ്റെ പഫാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊരു ബലൂൺ സ്ലീവ് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ക്യൂട്ട് ലുക്കാണ് ഈ ഉടുപ്പിന് ശരിക്കും തോന്നിക്കണത്. ഉടുപ്പിട്ടതിന് ശേഷം ക്ഷീണിച്ചോ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി നമ്മുടെ ശരീരത്തിന് ശരിക്കും ഇത് നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കണ ഒരു ഉടുപ്പാണെന്ന്. അപ്പോൾ ഇത് തടിയൊക്കെ ഉള്ളവർ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ശരീരത്തിന്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ ഇങ്ങനെ ഒരു ഉടുപ്പ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.